ധന്യു എൻ്റർടൈൻമെൻറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാൻ കാരണം കുറേ ദിവസം കൊണ്ടേ ഒരു വീഡിയോ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. ഇതിനെപ്പറ്റി എങ്ങനെയാണ് വലിയ ഇതിലൊന്നും അല്ല ഞാൻ പറയാൻ പോകുന്നത്. കാര്യം ഒരു പാവം പിടിച്ച ഒരു പയ്യനെ, അത് വ്യക്തമാണല്ലോ അതിനകത്ത്, നമ്മളിൽ ബാഗും പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ അതിൽ ആ ബാഗ് അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ശരീരത്തെ കണ്ട് ടച്ച് ചെയ്തതെന്നും പറഞ്ഞിട്ട്, പക്ഷെ അതിൽ വ്യക്തമാവുന്നുണ്ട് ആ ചേട്ടൻ്റെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബാഗ് ഇങ്ങനെ തൂക്കി പിടിച്ചിരിക്കുന്ന നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അവൾ തന്നെ അതിനകത്ത് എടുത്തിരിക്കുന്ന വീഡിയോയിൽ തന്നെ അത് നമ്മൾ സൂക്ഷിച്ചൊന്നും നോക്കണ്ട, കാണുമ്പോൾ തന്നെ അതിനകത്ത് അറിയാൻ പറ്റും. അവൾ എന്നിട്ട് ആ ശരീരം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന അവൾ കുറച്ചിങ്ങനെ ചരിഞ്ഞ് നിന്ന് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അതിനകത്ത് ഞാൻ ആലോചിക്കുകയും ചെയ്തു, അവൻ്റെ ഇങ്ങനെ ഒരു പക്ഷേ നിന്നിരുന്നെങ്കിൽ, ഒന്ന് സ്റ്റഡിക്ക് ഇങ്ങോട്ട് ഇടത്തോട് തിരിഞ്ഞ് നിന്നിരുന്നെങ്കിൽ ആ ചേട്ടൻ്റെ കൈ മുട്ടില്ല. പക്ഷേ ആ വീഡിയോ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരിക്കും വലത്തോട്ടൊരു ചരിയുമ്പോൾ കറക്റ്റ് ആ ഒരു നെഞ്ചിൽ തട്ടുന്നത്. ഒരു ആണ് ഒരു വശത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്, ആ ചേട്ടനെ ഇവളുടെ വശത്തേക്കല്ല തിരിഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവളെന്തിന് ആ ചേട്ടൻ്റെ അരികിലേക്ക് തിരിഞ്ഞു നിന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതെനിക്ക് തോന്നിയൊരു കാഴ്ചപ്പാടാണ്. നമ്മളിപ്പോൾ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് ആണുങ്ങൾ പിന്നെ നമ്മുടെ അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ അവർ വെളിയിലേക്ക് നോക്കി നിൽക്കാൻ വേണ്ടി ആ ഒരു കമ്പിയിൽ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അവരുടെ പുറയിൽ നിന്നാൽ നമ്മൾക്ക് വെളി പ്രദേശം കാണത്തക്ക രീതിയിൽ നമ്മൾ വെളിയിലോട്ട് തിരിഞ്ഞു നിൽക്കും. അപ്പോഴത്തേക്ക് എങ്ങനെ ഇരുന്നാലും വണ്ടി പിന്നെ ദേഹത്ത് തട്ടും എന്ന് വെച്ച് അത് പിന്നെ ബ്രേക്ക് പിടിക്കുമ്പോഴെങ്ങാണ് നമ്മുടെ ദേഹത്ത് ഉരഞ്ഞ് ഒന്ന് പോകത്തേ ഉള്ളൂ. അല്ലാണ്ട് അവരുടെ കൈ കയറി പിടിക്കുവാനോ അങ്ങനെയൊന്നും നമ്മളെപ്പോഴും അങ്ങനെ നിൽക്കാറുള്ളൂ. അപ്പോഴത്തേക്കും ഇങ്ങനെ വണ്ടി ബ്രേക്ക് അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉരഞ്ഞും എന്നിരിക്കും, ചിലപ്പോൾ വന്ന് തട്ടിയെന്നിരിക്കും. എന്ന് വെച്ച് എല്ലാ ആണുങ്ങളെയല്ല ഈ ന്യായീകരിക്കുന്നത്. ആവശ്യമില്ലാതെ തിക്കും തിരക്കും ഉണ്ടാക്കി വേണമെന്ന് വെച്ച് കൈയിട്ട് അവിടെ ഇവിടെ പിടിക്കുന്ന ആണുങ്ങളുണ്ട്. പിന്നെ പക്ഷേ അതിൽ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും ആ ചേട്ടൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. പിന്നെ ടച്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇവളെന്തിന് ആ ചേട്ടൻ്റെ അരികിലേക്ക് തിരിഞ്ഞു നിന്നു? ഇവൾക്ക് ഇപ്പുറത്തോട്ട് തിരിഞ്ഞു നിൽക്കാം, ഇല്ലെങ്കിൽ തട്ടുന്നു എന്ന് കാണുമ്പോൾ മുന്നോട്ട് കയറി നിൽക്കാം. ഒരിക്കലും ഒരാണ് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ അവൻ്റെ ചന്തിപ്പുറകിലോട്ട് തിരിഞ്ഞു നിൽക്കേണ്ട കാര്യം ഇല്ല. എന്നിട്ട് ആ കൈമുട്ട് ഇങ്ങനെ ആ ചേട്ടായി ഇങ്ങനെ ബാഗ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. ആ കൈമുട്ട് തട്ടുമ്പോൾ അവൾ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ആ ചേട്ടൻ്റെ കൈ തട്ടത്തക്ക രീതിയിൽ ഈ നെഞ്ചിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ചേർത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ കൈ തട്ടുന്നില്ലെന്നല്ല, തട്ടുന്നുണ്ട്. അത് ആര് കാരണമാണെന്നും അത് മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറി പോകുന്നത് പോലെ ഇതായിട്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ പിന്നെയും കൈ ഒതുക്കി മാറ്റുന്നത് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് എല്ലാം അവൾ തന്നെ എടുത്ത വീഡിയോയിൽ ഉള്ള കാര്യങ്ങളാണിത്. അവൾ തന്നെ അവൾക്ക് വേണ്ടി കുഴിച്ച് വെച്ചിരിക്കുന്ന കുഴികൾ തന്നെയാണ് അതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഒരിക്കലും ഒരു ആണുങ്ങൾ നിൽക്കുന്ന ഇടത്തോട്ട് നമ്മൾ അവരുടെ പുറത്ത് ചാരി കിടക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചാരി കിടക്കേണ്ട കാര്യമില്ല. അവർ തിരിഞ്ഞ് നിൽക്കുന്നിടത്ത് ഇവരുടെ മുതുകുപ്പുറകിൽ പോയി നിൽക്കേണ്ട കാര്യം എന്താ? അങ്ങനെ നിന്നാൽ കൂടെ, ഇവരുടെ പുറവശത്ത് നിന്നാൽ കൂടെ നമ്മൾ നിൽക്കുന്നത് എങ്ങനെയാണ്? നേരെ അവരെ ശരീരം കാണത്തക്ക രീതിയിൽ തിരിഞ്ഞ് ഒരു പെണ്ണും നിൽക്കാറില്ല. നേരെ തിരിച്ച് പിന്നെ ആൾക്കാരിയ്ക്കുന്ന സീറ്റിൻ്റെ പക്കത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയും അവിടുത്തെ കമ്പിയിൽ പിടിച്ച് നിൽക്കാനേ പെണ്ണുങ്ങൾ നോക്കത്തുള്ളൂ. അപ്പോഴേ നമുക്കൊരു ഒതുക്കം വരും. ഇതിൻ്റെ ഇടയ്ക്കൂടെ കണ്ടക്ടർ പോയി ടിക്കറ്റ് എടുക്കും. ആ സമയത്ത് അപ്പുറവും ആൾക്കാർ, ആണോ പെണ്ണോ ആരോ, അപ്പുറത്തെ സൈഡിലും ആൾ, ഇപ്പുറത്തെ സൈഡിലും ആൾ. പിന്നെ തുച്ഛമായൊരു കുഞ്ഞു സ്ഥലത്ത് കൂടെ പിന്നെ വളരെ ഒതുങ്ങി പിടിച്ചാണ് കണ്ടക്ടർ പോവുകയും വരികയും
ടിക്കറ്റ് നമുക്കൊക്കെ പാസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴും നമ്മുടെ ദേഹത്ത് തട്ടും. പക്ഷേ അത് നമ്മുടെ ദേഹത്തിങ്ങനെ ഉരച്ചുകൊണ്ട് പോവുമെങ്കിലും ഉരഞ്ഞുരഞ്ഞേ പോവും. അത് അപ്പുറത്തേക്ക് നിൽക്കുന്നവരാണെങ്കിലും ഇപ്പുറത്ത് നിൽക്കുന്നവരാണെങ്കിലും. പിന്നെ അങ്ങനെ ഒന്നും പാടില്ല എങ്കിൽ എന്ത് വേണം? സ്വന്തമായി കാശ് മുടക്കി ഒരു വണ്ടിയോ 2 വീലറോ കാറോ ഇല്ല ബസ്സിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഇടം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരും അതുപോലെ എടുത്തിടണം. മനസ്സിലായോ? അല്ലാണ്ട് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. പിന്നെ അതിനകത്ത് വീഡിയോ എടുക്കുമ്പോൾ അവൾ ഇളിച്ചുകൊണ്ട് നിന്ന് ആ ഒരു ഇത് പിന്നെ അതിൽ ഞാനൊരു 100 വട്ടം കണ്ടപ്പോഴും എനിക്ക് എന്തിനും ഇവളിങ്ങനെ നിൽക്കണമെന്നാണ് എനിക്ക് തോന്നിയതിനെ കഴിഞ്ഞ്. ഇത് പിന്നെ ആ സമയത്ത് ഈ കേസൊന്നും ആയിട്ടില്ല, ഇത്ര ഇഷ്യൂ ഒന്നും ആയിട്ടില്ല, ആ ചേട്ടായി മരിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്നു. ഒരു സൈഡ് ഇങ്ങനെ നിന്നിട്ട് നമ്മളിങ്ങനെ നിന്നപ്പോൾ ആ ചേട്ടൻ്റെ ദേഹം മുട്ടുന്നില്ല. പക്ഷെ ഇങ്ങനെ ആ കൈ മുട്ടണം എന്നുള്ള രീതിയിൽ ആ നെഞ്ച് ഇങ്ങനെ ടേൺ ചെയ്ത് കൊടുക്കുന്നതായിട്ടാണ് അതിനകത്ത് കാണാവുന്നത്. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. മൊത്തത്തെറ്റും നമ്മുടെ മണ്ടേ വെച്ചിട്ട് മറ്റുള്ളവനെ കുറ്റം അത് തെറ്റല്ലല്ലോ. ഈ വ്ളോഗിന് വേണ്ടി ഇപ്പോൾ കുറേ വ്ളോഗേഴ്സ് ഉണ്ട്. ഏതൊരു മനുഷ്യൻ എന്ത് ചെയ്താലും തിരിഞ്ഞാലും പിരിഞ്ഞാലും അവരുടേതൊക്കെ വീഡിയോ എടുത്ത് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു റീച്ച് കൂട്ടാൻ എടുക്കുന്ന എല്ലാ വ്ളോഗേഴ്സിനെ പിടിച്ചകത്തിടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവനവൻ കണ്ടൻ്റ് ഉണ്ടാക്കി എന്തെല്ലാം ഉണ്ട് ഈ ലോകത്ത്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതൊരു വ്യക്തിഹത്യ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും കുറേ വ്ളോഗേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളവരെല്ലാം എന്ന് നോക്കിയാലും ജാസിയുടെ കഥ, പിന്നെ എന്തുവാ രേണുവിൻ്റെ കഥ, ഇതിങ്ങനെ അരച്ചരച്ചരച്ചരച്ച് അവർക്ക് റീച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഇവറ്റകളെയും കൂടെ പിടിച്ചാൽ ഒന്ന് അകത്തിട്ട് തരാമെങ്കിൽ അവരെങ്കിലും മാന്യമായിട്ട് ജീവിക്കും. ഇവരുടെയൊക്കെ പറച്ചിൽ കേട്ടാൽ തോന്നി ഈ ലോകത്ത് ആദ്യത്തെ പിന്നെ എന്തുവാ ട്രാൻസ്ജെൻഡറാണ് ജാസിയെന്നും, പിന്നെ ഈ ലോകത്ത് ആദ്യമായിട്ടാണ് വെള്ളം അടിക്കുന്നത് ഈ പെണ്ണുങ്ങളെന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷെ വെള്ളം അടിക്കാത്ത പെണ്ണുങ്ങളുണ്ട്, വെള്ളം അടിക്കുന്ന ആണുങ്ങളുണ്ട്, വെള്ളം അടിക്കാത്ത ആണുങ്ങളുമുണ്ട്, എല്ലാവരും ഉണ്ട്. ക്രിസ്ത്യൻസിൻ്റെ മിക്ക പ്രോഗ്രാമിലും ക്രിസ്ത്യൻസിൻ്റെ ആൾക്കാർ മദ്യപിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. അവർ വീഞ്ഞടിക്കും, ചിലർ ആവശ്യമില്ല. എനിക്ക് അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് അത് കൊണ്ടു തന്നാലും അത് പിന്നെ എന്ത് കുന്താന്ന് എനിക്കങ്ങും അറിയത്തില്ല. ചിലപ്പോൾ അതിൻ്റെ പേര് കണ്ടാൽ മാത്രമേ എനിക്ക് വായിക്കാൻ അറിയത്തില്ല. അല്ലാതെ എനിക്ക് ഇതിൻ്റെ മദ്യത്തിൻ്റെ ഒന്നും പേരോ അല്ലെ തന്നെ എനിക്ക് ഇതിൻ്റെയൊക്കെ സ്മെല്ലടിച്ചാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് അതിൻ്റെ നാറ്റം അടിച്ചാൽ തന്നെ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അന്ന് തന്നെ ഇവിടെ ഇന്ന് ഒരുത്തർ സിഗരറ്റ് വലിച്ച് വിട്ടിട്ട് അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഭയങ്കര ചുമയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊരു പോലീസുകാരൻ പറഞ്ഞു എന്തുവാടായി കാണിക്കുന്നതെന്ന്. അപ്പം തന്നെ അങ്ങാരി ആ തറയിലിട്ട് ചവിട്ടി അങ്ങ് തേച്ചു. പോലീസ് വന്നത് അങ്ങാരി കണ്ടതുമില്ല. ചേച്ചി ഇച്ചിരി വെള്ളം എടുത്ത് കുടിയെന്ന് പറഞ്ഞു ആ പോലീസുകാരൻ. പിന്നെ ഞാൻ ഇച്ചിരി വെള്ളം എടുത്ത് കുടിച്ച് എനിക്കാണെങ്കിൽ ചുമയായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനത്തെ ഒരു പന്നത്തരം കാണിക്കരുത്. എനിക്കും ബസ്സിലൊക്കെ ഇഷ്ടം പോലെ തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ ഇവിടെ അല്ലേ പഠിച്ചത്, മാവേലിക്കര ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ആ സമയത്ത് എനിക്ക് മോശമായിട്ടുള്ള അനുഭവം ബസ്സിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതാണെങ്കിൽ അന്ന് എനിക്ക് 13 വയസ്സ് ആണുള്ളത്. ആ 13 വയസ്സിൽ 10-30 വയസ്സുള്ള ഒരു ചേട്ടനാണെങ്കിൽ ആവശ്യമില്ലാത്ത വൃത്തികേട് കാണിക്കുകയും എന്നെന്നല്ല ആ ബസ്സിൽ മിക്ക പെൺകുട്ടികളോടും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അവസാനം എനിക്കിത് പറ്റത്തില്ല എന്നുള്ള ഇത് വന്നപ്പോൾ എനിക്കൊരു സൈക്കിൾ മേടിച്ചു തന്നു. ആ സൈക്കിളിലാണ് പിന്നെ ഞാൻ സ്കൂളിൽ പോവുകയും വരികയൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ലോകത്ത് പല പെൺകുട്ടികളും അവർ ആഗ്രഹത്തിന് വേണ്ടി സൈക്കിളോ 2 വീലറോ കാറോ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ വണ്ടി മേടിച്ചിട്ടുള്ളത്. അല്ലാതെ വേറൊന്നുമല്ല. എനിക്ക് കിടന്ന് വഴക്കിടാൻ വയ്യ. വഴക്കിട്ടാൽ എന്താ പറയുക? നിന്നെപ്പറ്റി ഞങ്ങൾക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. തൃശ്ശൂർ പോയപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോയ സമയത്ത് ഇതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ആ സമയത്ത്
ഞാൻ ബഹളം ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി. ആ സമയത്ത് എന്നോട് പറഞ്ഞത് ആ നാട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, ആ നാട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ആ നാട്ടുകാരിയല്ല. ഞാൻ ആലപ്പുഴയിൽ ജനിച്ച് തിരുവനന്തപുരത്ത് വളർന്ന, എൻ്റെ അച്ഛൻ്റെ നാട് തിരുവനന്തപുരം, അമ്മയുടെ നാട് ആലപ്പുഴ ജില്ലയിലുമാണ്, മാവേലിക്കരയാണ്. അപ്പം എനിക്ക് ഇത് നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് പറഞ്ഞത്, ഇവളെ ഞങ്ങൾക്കറിയാം, ഇവളെ അത്ര ഇതൊന്നുമല്ല എന്ന്. അന്ന് എനിക്ക് ആകെ 18 വയസ്സാണുള്ളത്. ആ സമയത്ത് പറഞ്ഞ വാക്കാണ്. അപ്പോൾ അവരിങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞ് ഞാൻ ഈ നാട്ടുകാരിയല്ല, ഞാൻ ഈ നാട്ടിൽ ആദ്യമായിട്ട് വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സംസാരം കേട്ടപ്പോൾ അവർക്ക് കാര്യം പിടിയിട്ട് അപ്പോഴത്തേക്കും അവൻ വണ്ടിയിൽ കയറി പൊക്കഴിഞ്ഞു. അവിടെ ഇന്നൊരമ്മ ചോദിച്ചു, എന്താണ് മോളെ സംഭവിച്ചതെന്ന് ചോദിച്ചു. എൻ്റെ കണ്ണിൽ കൂടെ, ഞാൻ കരഞ്ഞില്ലെങ്കിൽ പോലും എൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണീരിങ്ങനെ മടമടാന്ന് വരികയായിരുന്നു. അപ്പോഴത്തേക്ക് പറഞ്ഞു അമ്മ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ലേഡീസിൻ്റെ ബാത്റൂമിൽ കയറി അപ്പോൾ എൻ്റെ കൂടെ ഒരു അമ്മ വന്നു. ആ അമ്മ കണ്ടിട്ട് ആ അമ്മയെ അവിടെ നിന്ന് കരഞ്ഞു. കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അവൻ ചെയ്തത്. എൻ്റെ ജീവൻ പോയി. എനിക്ക് പിന്നെ ഉടുപ്പ് പോലും ഇടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതായിപ്പോയി. വേണമെന്ന് വെച്ച് തിരക്ക് കൂട്ടിയിട്ട് ചെയ്യുന്ന പോക്കത്തരം. പക്ഷേ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിവുള്ളവർ മനസ്സിലാക്കട്ടെ. ഇങ്ങനൊന്നും പാടില്ല, ഇതൊന്നും ശരിയുള്ള കാര്യമല്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ജെനുവിനായിട്ട് പറയുകയാണെങ്കിൽ ആ ചേട്ടൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നുള്ളത് ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഇത്രയും വേണ്ടിയിരുന്നില്ല. എങ്കിലും ആ ചേട്ടന് പ്രണാമം. പിന്നെ തെറ്റ് ചെയ്യുന്നവൻ ഒക്കെയും രക്ഷപ്പെട്ടു പോകുന്ന കാലത്ത് തെറ്റ് ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടുന്ന ഈ കാലം നമ്മൾ പണ്ടും അതെ, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യാനാണ്? അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ കണ്ടൻറ് ഉണ്ടാക്കിക്കോളൂ, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ ഈ ലോകത്ത് എന്തെല്ലാം കണ്ടൻറ്റുകളുണ്ട്. നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് കിട്ടിയ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോവുക. അതിനെ നല്ല രീതിയിൽ ഒരു നല്ല നല്ല കാര്യങ്ങളിട്ട് ഈ സമൂഹത്തിലെ വളർച്ചയ്ക്ക് വേണ്ടി. പിന്നെ എത്രയോ പേര് കഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെയൊക്കെ വീഡിയോ എടുത്ത് പിന്നെ സമൂഹത്തിൽ ഇടുമ്പോൾ ആരെങ്കിലും സഹായിക്കാൻ കഴിവുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് വന്ന് വല്ലതും കൊടുക്കുകയും അവരെ രക്ഷിക്കാൻ, നമ്മൾക്ക് കിട്ടുന്ന 1 രൂപയെങ്കിലും ഏതെങ്കിലും മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന രീതിയിലാവട്ടെ നമ്മുടെ വീഡിയോസുകൾ. അല്ലാണ്ട് ഒരാളെ മരണത്തിലേക്ക് നയിക്കത്തക്ക രീതിയിലാവരുത്. MK സാനു ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ കള്ളം പറയാതിരുന്നിട്ടില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യനെ അപകടത്തിൽപ്പെടുത്തുന്ന ഒരു കള്ളവും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് രുദ്രാക്ഷ മഹാത്മ്യം എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്തുള്ള ഒരു വരിയാണ്. ഞാൻ കള്ളം പറഞ്ഞിട്ടില്ലെന്നല്ല, പക്ഷേ ഒരു മനുഷ്യനെ ദോഷപ്പെടുത്തുന്ന ഒരു കള്ളം ഞാൻ പറഞ്ഞിട്ടില്ല. അതേപോലെ എനിക്കും പറയാൻ പറ്റും, ഞാൻ കള്ളം പറഞ്ഞിട്ടില്ലെന്നല്ല, പക്ഷേ അതൊരു മനുഷ്യനെ ദ്രോഹിക്കുന്ന കള്ളമല്ല. ഞാൻ ഒരു മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ആ കള്ളം പറഞ്ഞേ പറ്റുള്ളെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതിന് കൂട്ടുനിന്നിട്ടുണ്ട്. പക്ഷെ അതിലും ഒരു ന്യായമുണ്ടായിരുന്നു, ധർമ്മമുണ്ടായിരുന്നു, ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു മനുഷ്യനെ 2 പേരെയും അപകടപ്പെടുത്തുന്ന രീതിയിലോ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കണം എല്ലാവരുടെയും ജീവിതം. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ.